ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിലെ ദവോസിൽ ലോകത്തെ അതിസമ്പന്നരും ഭരണാധിപന്മാരും കാലാവസ്ഥാ വിദഗ്ധരുമെല്ലാം കൂടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. വിഷയം അതീവ ഗൗരവമുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനം. ഒന്നും രണ്ടുമല്ല, 1040 സ്വകാര്യ വിമാനങ്ങളിലാണ് ഈ അന്താരാഷ്ട്ര വിഷയം ചർച്ച ചെയ്യുവാൻ ദവോസ് എന്ന ചെറുപട്ടണത്തിൽ ഇവരെല്ലാം കൂടി എത്തിച്ചേർന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും സ്വകാര്യ വിമാനങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളിയത് ശരാശരി ഒരാഴ്ചയിൽ ഉണ്ടാകുന്നതിൻ്റെ 4 ഇരട്ടി കാർബൺ ഡയോക്സൈഡാണ്. ഇത് ദവോസിലെ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. ലോകത്ത് പ്രൈവറ്റ് ജെറ്റുകൾ ഉപയോഗിക്കുന്ന അതിസമ്പന്നരുടെയും രാഷ്ട്രീയക്കാരുടെയും എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അന്തരീക്ഷ മലിനീകരണത്തിലെ പ്രധാന വില്ലൻ പ്രൈവറ്റ് ജെറ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 2 ടൺ കാർബൺ ഡയോക്സൈഡാണ് ഈ വിമാനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്നത്. സാധാരണ വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരന് വേണ്ടി പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ 14 ഇരട്ടിയാണ് സ്വകാര്യ വിമാനങ്ങൾ ഒരു വ്യക്തിക്കായി സൃഷ്ടിക്കുന്ന അന്തരീക്ഷ മലിനീകരണം. അമേരിക്കയിൽ മുഴുവൻ വിമാനങ്ങളുടെ കണക്കെടുത്താൽ അതിൻ്റെ 25% സ്വകാര്യ വിമാനങ്ങളായി മാറിക്കഴിഞ്ഞു. 21 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാൻ സ്വകാര്യ വിമാനം ഉപയോഗിച്ചവരുമുണ്ട് ആ കൂട്ടത്തിൽ. അവരോടൊക്കെ ഒന്നേ ചോദിക്കുവാനുള്ളൂ, How dare you? നമസ്കാരം. അമേരിക്ക. ലോകം പുരോഗമിക്കുന്നു. അതിസമ്പന്നരുടെ എണ്ണം കൂടുന്നു. കാറുകൾ പോലെ സ്വകാര്യ ജെറ്റുകൾ വരുന്നു. അങ്ങനെ റോഡുകൾ മാത്രമല്ല, ആകാശവും മലിനമായി തുടങ്ങി. തൊട്ടപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കാർ എടുത്തു പോകുന്നത് പോലെ 10-20 കിലോമീറ്ററുകൾ താണ്ടാൻ പ്രൈവറ്റ് ജെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ടത്രേ. ഇനി വേറൊരു കാര്യം, ഗൂഗിൾ ഫ്ലൈറ്റ്സ് വഴി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ യാത്ര എത്രത്തോളം മലിനീകരണം ഉണ്ടാക്കുന്നുവെന്ന് അറിയാൻ മാർഗമുണ്ട്. അങ്ങനെ നേരത്തെ നോക്കിയിട്ടുള്ളവർ ഇനി അതേ റൂട്ടിൽ വിമാനയാത്രയുടെ മലിനീകരണം നോക്കിയാൽ കുറവായിട്ടായിരിക്കും കാണിക്കുക. വിമാനങ്ങൾ മലിനീകരണം കുറച്ചതല്ല കാരണം, മറിച്ച് ഗൂഗിൾ മലിനീകരണം കണക്ക് കൂട്ടുന്നതിൻ്റെ രീതി തന്നെ അങ്ങ് മാറ്റിയതാണ് കാര്യം. കൗതുകമുള്ള മറ്റൊരു സംഭവം, ഗ്ലാസ്ഗോയിലെ കാലാവസ്ഥാ ഉച്ചകോടിക്കും ദാവോസിലെ സാമ്പത്തിക ഫോറത്തിലുമൊക്കെ കാലാവസ്ഥാ വ്യതിയാനം ചർച്ച ചെയ്യാനെത്തിയവർ വന്നിറങ്ങിയത് സ്വകാര്യ ജെറ്റുകളിലായിരുന്നത്രേ. ഇവരുണ്ടാക്കിയ മലിനീകരണത്തെക്കുറിച്ച് ആര് ചോദിക്കുമെന്ന ചോദ്യവും ഉയരുന്നു. ഇതേ വിഷയമാണ് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത്. കാലാവസ്ഥയുടെ കാലന്മാർ. ഇന്നത്തെ എൻ്റെ അതിഥികൾ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിദഗ്ധനായ രോഹൻ മഠത്തിൽ, IT പ്രൊഫഷണലും പരിസ്ഥിതി പ്രവർത്തകയുമായ നീന സുധീർ, പരിസ്ഥിതി ശാസ്ത്രജ്ഞയും കമ്മ്യൂണിറ്റി ലീഡറുമായ ലീല മാരേട്ട്, ബംഗളൂരു സൈൻ ഹോൾഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ രാജ്കുമാർ എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ രാജ്കുമാറിലേക്ക്. ശ്രീ രാജ്കുമാർ, നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ ലോകത്തുള്ള പല രാജ്യങ്ങളിലും കാണുന്നു. മിന്നൽ പ്രളയം, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന മണ്ണൊലിപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ പാഠം പഠിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പലപ്പോഴും മനുഷ്യരിലേക്കാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത്. നമ്മൾ മനുഷ്യർ തന്നെയാണോ ഇതിന് കാരണം? അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ പല പഠനങ്ങളും പറയുന്നത് ലോകത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു പ്രധാന കാരണം മനുഷ്യർ പ്രകൃതിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അതല്ലാത്ത കുറെ കാരണങ്ങളുണ്ട്. ഭൂമിയുടെ തന്നെ നാച്ചുറൽ കോസസ് ഉണ്ട്. ഇപ്പൊ വോൾക്കാനിക് എറപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും മലിനീകരണത്തിന് ഒരു കാരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഒരു 90%-ലധികം മനുഷ്യന്റെ പ്രകൃതിയോടുള്ള, അത് കൃഷിയാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ എനർജി പ്രൊഡക്ഷൻ, പിന്നെ വാഹന ഗതാഗതം, അതെല്ലാം ഒരു പ്രധാന കാരണമാണ്. അത് ഒരു പരിധിവരെ മനുഷ്യന്റെ ജീവിത ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പരിധിവരെ ഈ ക്ലീൻ ഫ്യൂവൽ അല്ലെങ്കിൽ ക്ലീൻ എക്കണോമിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച്, അതിലൊരു വലിയ മാറ്റം ചിലപ്പോൾ സാധ്യമാകും.
അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ COP26 അങ്ങനെയുള്ള ദാവോസിലെ ഉച്ചകോടി. അതിലെല്ലാം ഒരു പ്രധാന ടോക്കിംഗ് പോയിന്റ് തന്നെ എങ്ങനെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് അടുത്ത 10 അല്ലെങ്കിൽ 20 കൊല്ലം കൊണ്ട് കുറച്ചു കൊണ്ടുവരാം എന്നതിലേക്കാണ് ആ ചർച്ചകളെല്ലാം പോകുന്നത്. അത് മാനുഷികമായ ഇടപെടലുകൾ കുറച്ചുകൂടി ഒരു പ്ലയബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഫീലിംഗ് ലോകത്തിലെ എല്ലാ എക്കണോമിക്കലി ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയ രാജ്യങ്ങളും അതിലേക്കാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. I believe my generation has really polluted this earth to an extent we need their help to clean it up. I always say to my grandchildren that my grandfather gave us earth, or the world which was poor, simple and clean. We are giving our grandchildren a world that is complex, polluted, and rich. So I am delighted that you are making a contribution. And it is not about collecting garbage. It's about analyzing garbage, understanding garbage, who creates it, why it is created, where it is created, how much is it created, and ultimately the impact of that on global warming. നീന, നമ്മുടെ ഈ Sea2Sky പ്രോജക്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് നടന്നു കഴിഞ്ഞു. ഇനി അത് അടുത്ത ഘട്ടങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഒരു പരിസ്ഥിതി ബോധമുള്ള കുഞ്ഞുങ്ങളായി വളർത്തുക, പരിസ്ഥിതിയെ സ്നേഹിക്കാനും പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കാം, അടുത്ത തലമുറയ്ക്ക് കൂടി അതെങ്ങനെ കീപ്പ് ചെയ്യാം എന്നവരെ പരിശീലിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ Sea2Sky പ്രോജക്റ്റിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? When we implemented the Sea2Sky project the first time, which was last year in 2022, we did not give much publicity to that project. Basically what we did is we gathered നമ്മളെ മക്കള്, നമ്മളെ ഫ്രണ്ട്സിന്റെ മക്കള് from our community, from our neighborhood, and from the neighboring states. We implemented the project last year, and it was very successful. We got great feedback. It had a great impact. We got great feedback not just from US, from outside also we got really good feedback. So we were very lucky that an eminent personality like Dr. Santi Troda was able to address these students and to award them the Environmental Ambassador title. So that the Environmental Ambassador title comes with huge responsibility. We want all these environmental ambassadors to lead and create their own environmental projects, initiatives in the coming year. So namakella ariya April 23rd na nammal Earth Day celebrate cheyunnathu, and June is Environmental Day. So during this time we are planning new projects where we can involve all these children. But namakku 24 environmental ambassadors but we are hoping that we can expand that network to 100 children. Environmental ambassador, we are hoping that they will lead and they will attract their friends, their classmates, and bring them to the project. So phase 1 was implemented successfully, and then we are looking forward to doing many projects with these children in future also. ഓക്കെ, താങ്ക് യു. ശ്രീമതി ലീലാമാരായിട്ട്, നമുക്ക് വികസനം വേണ്ട എന്ന് പറയാനാവില്ല. എല്ലാ തരത്തിലുമുള്ള വികസനം വേണം. കാരണം മിനിറ്റ് വെച്ച് സെക്കൻഡ് വെച്ച് ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വികസനം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നാളെ നമുക്ക് ജീവിക്കാൻ ഭൂമി ഇല്ലാത്ത തരത്തിൽ ഒരു വികസനത്തിലേക്കാണോ നമ്മൾ പോകുന്നതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ വികസനം വേണം, അതൊരു സുസ്ഥിരമായ വികസനമായിരിക്കണമെന്ന് വർഷങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകാൻ നമുക്കുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ പ്രൈവറ്റ് ജെറ്റില് ഇതിന്റെ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷനുള്ള അങ്ങനെയുള്ള ആ മീറ്റിന് തന്നെ പ്രൈവറ്റ് ജെറ്റിൽ വന്ന് നമ്മുടെ എൻവയൺമെന്റ് മലിനീകരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ എങ്കില് ഈ നൂറ്റാണ്ടില് നമ്മൾ കാണുന്നു ടെസ്ല അതുപോലെയുള്ള ഇലക്ട്രിക് കാറുകളിലേക്ക് ജനങ്ങള് തിരിഞ്ഞിരിക്കുന്നു. കൂടുതല് നമ്മള് ഇപ്പം വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു. ഓരോ വീട്ടിലും ധാരാളം
3-4 വാഹനങ്ങളാണ്. അപ്പോൾ ഈ പുതിയ ഒരു ജനറേഷനിൽ ടെസ്ല അങ്ങനെയുള്ള ഇലക്ട്രിക് കാറുകളിലേക്ക് ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ എൻവയൺമെന്റൽ മലിനീകരണത്തിന് ഒരുപാട് മാറ്റം വരുത്തും. അത് നല്ലൊരു ഇതാണ് ഈ ഇലക്ട്രിക് കാറുകൾ വന്നിരിക്കുന്നത്. അപ്പൊ കൂടുതൽ രാജ്യങ്ങൾ ഇലക്ട്രിക് കാറിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അത് നല്ലൊരു സൂചനയാണ് നമ്മുടെ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ. ശ്രീ രോഹൻ മഠത്തിൽ ഈ ഒരു വിഭാഗത്തിലെ വിദഗ്ധനാണ്. അപ്പോൾ രോഹന്റെ അഭിപ്രായത്തിൽ ഏത് രീതിയിലാണ് ഈ പ്രൈവറ്റ് ജെറ്റ്സ് അല്ലെങ്കിൽ ഏവിയേഷൻ പൊല്യൂഷൻ ഉണ്ടാവുന്നത്? So before you were talking about the private jets that people were using to come to an event in Davos. Not only that, but in the US, many celebrities are using private jets to get to places, and oftentimes they're very like small flights, only 70 minutes, and it only gets to point A to point B, and it's using about 480 times as much CO2 emissions as normal as an average human being in the US. So this private jet industry is causing about the most of the emissions from the airline side, which is only about 2.5% of the global like CO2 production. And I think one way to counteract this would be the bigger issue is mainly the lack of a efficient green form of transportation in short distances. So electric cars may be a problem, but maybe public electric air travel is the solution to this problem. And here I go to the University of Michigan, and we are conducting a lot of research in the realm of urban air mobility and eVTOL, which is electric vehicle takeoff and landing technologies. And this can provide easier public transportation in electric form through the air. And that is another way we can reduce emissions. Okay, thank you. ശ്രീ രാജ്കുമാർ, പലപ്പോഴും ഈ കാലാവസ്ഥാ വ്യതിയാനം തടയാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി വികസിത രാജ്യങ്ങൾ, വല്യേട്ടന്മാരെ പോലെ വികസ്വര രാജ്യങ്ങൾക്ക് പല മാർഗങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ വല്യേട്ടന്മാർ ഒരു ഭാഗത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ചെറിയ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങൾക്ക് ഈ ഉപദേശം കൊടുക്കുന്നത്. ഇങ്ങനെ വരുന്ന നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പലപ്പോഴും ഇവർക്ക് പരിസ്ഥിതി മാറ്റങ്ങളെക്കുറിച്ച് ചെലവാക്കാൻ തുക എണ്ണി കൊടുക്കുന്നത് പോലും ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അവരുടെ വികസനത്തെ തടയാൻ കാരണമാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം? കാരണം അവരും വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വരണമല്ലോ. ഈ ക്ലൈമറ്റ് ആക്ഷൻ എന്റെ ഭാഗമായി ലോകത്തില് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വികസിത രാജ്യങ്ങൾ, ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങള്, ജപ്പാൻ, അപ്പം അവര് ആൾറെഡി ഈ ക്ലൈമറ്റ് ഇൻജസ്റ്റീസ് ആൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി ഹബ്സ് ഉള്ളത് റൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്, ജർമ്മനിയിലെ. അപ്പം അതുപോലെ അമേരിക്കയിലെ. അപ്പൊ അവിടെ എല്ലാം ഇൻഡസ്ട്രിയലി വളരെ അഡ്വാൻസ് ആയ രാജ്യങ്ങൾ ഇതിനെ ആൾറെഡി ക്ലൈമറ്റിനെ പൊല്യൂട്ടായി അവർ വളരെ മുന്നേറി കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള ഇന്ത്യ അല്ലെങ്കിൽ ചൈന ആൾറെഡി വലിയ വികസിത രാജ്യമായി. അതുപോലെ വികസനത്തിലേക്ക് നടക്കുന്ന രാജ്യങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത് അവരുടെ ഗ്രോത്തിന് ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. ഈ ഒരു ക്ലൈമറ്റ് ജസ്റ്റിസിന്റെ ഒരു പ്രശ്നം ലോകരാജ്യങ്ങൾ പലപ്പോഴും തമ്മിലുള്ള തർക്കത്തിലേക്ക് പോകുന്നുണ്ട്. രാജ്യങ്ങളുടെ പുരോഗതിക്ക് ഒരു തടസ്സം നേരിടാത്ത രീതിയിൽ ഇപ്പോൾ ബെറ്റർ ടെക്നോളജി വളരെ ചീപ്പായിട്ട് അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് അവർക്ക് കൊടുക്കുക, അവരുടെ ഇൻഡസ്ട്രീസിനുള്ള ലോ കോസ്റ്റ് ക്യാപിറ്റൽ ക്ലൈമറ്റ് ഫണ്ട്സ്, ഇപ്പോൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ക്ലൈമറ്റ് ഫണ്ട്സ് വളരെ ശക്തിയായി പല രാജ്യങ്ങളും കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ക്യാപിറ്റൽ ഡെഫിഷ്യൻസി ആ ക്ലൈമറ്റ് ഫണ്ടിലൂടെ കൊടുക്കുക. ആ രീതിയിലുള്ള ഒരു കൺസേർഡ് ആക്ഷൻ ക്ലൈമറ്റ് ജസ്റ്റിസിന്റെ ബേസില് രാജ്യങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ ഒരു രീതിശാസ്ത്രം ഉണ്ടായില്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ട്രൈ ചെയ്യുന്ന ആ ഒരു മാസീവ് ചേഞ്ച് 2% ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക എന്നുള്ള ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പല രാജ്യങ്ങളും മടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചതുപോലെ വളരെ വികസ്വര രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിക്കാൻ ഇപ്പൊ ട്രൈ ചെയ്യുന്ന രാജ്യങ്ങളുടെ വികസനത്തിന് യാതൊരു കോട്ടവും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ലോകക്രമമാണ്
ഈ ക്ലൈമറ്റ് ആക്ഷൻ ചെയ്യുവാൻ ഏറ്റവും നല്ല ഒരു സംഗതി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അതിലേക്കുള്ള ചർച്ചകൾ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഒരേ ത്രാസിൽ എല്ലാവരെയും അളക്കാൻ പറ്റില്ല. ആ വ്യത്യാസം എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ അതിനുള്ള ടെക്നോളജി അഫോർഡബിൾ ആയിട്ട് തന്നെ പല രാജ്യങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുകയും വേണം. അതല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ നിൽക്കാനാണ് സാധ്യത കൂടുതൽ. പരസ്പരം കുറ്റപ്പെടുത്താതെ പരസ്പരം സഹായിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മലിനീകരണങ്ങൾ ഒഴിവാക്കി നമ്മുടെ പരിസ്ഥിതിയെ കുറച്ച് നാൾ കൂടി ഒരു ക്ലീനായി വെക്കാൻ സാധിക്കുന്നത്? നമ്മുടെ UNOയില് ഡിസ്കസ് ചെയ്ത് അപ്പൊ എല്ലാ രാജ്യങ്ങളും കൂടെ ഉൾപ്പെട്ടതാണ് നമ്മുടെ UN-ലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാ രാജ്യങ്ങളും കൂടെ ഉൾപ്പെടുന്ന ആ സ്ഥലത്ത് ഇത് എല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഇതിനെ എങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് അത് UN ആണ് അതിന്റെ പ്രധാന വേദി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവിടെ എല്ലാ രാജ്യങ്ങളും കൂടെ സമ്മേളനം നടക്കുന്നു. അപ്പം അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ 30 വർഷമായിട്ട് എൻവയറമെന്റൽ പ്രൊട്ടക്ഷനിൽ വർക്ക് ചെയ്തത് ഇവിടുത്തെ വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ്. US-ല് പ്രത്യേകിച്ച് ന്യൂയോർക്കില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയറമെന്റൽ പ്രൊട്ടക്ഷനിൽ 30 വർഷമായിട്ട് ജോലി ചെയ്തു. അതായത് ന്യൂയോർക്കില് ആകെയുള്ളത് 14 സൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ആണ്. ആ സൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് 14 എണ്ണം അത്രയും വേസ്റ്റ് വാട്ടർ ശുദ്ധീകരിച്ച് ക്ലീൻ ആക്കി വിടുന്ന ആ ഒരു സംഭവമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ. പിന്നെ ഹാർബർ സർവേ ഉണ്ട്. ന്യൂയോർക്കിലെ ഹാർബർ ബെയ്തിങ്ങിനും ഫിഷിങ്ങിനും അത് ശുദ്ധമാണോ എന്ന് അതിന്റെ ആ ലിമിറ്റേഷൻ നോക്കി അതും അതിന്റെ ആ വാട്ടർ ചെക്ക് ചെയ്യുക. പിന്നെ എയർ പൊല്യൂഷൻ, ആസ്ബസ്റ്റോസ് ചെക്കിങ്, ഇതുമെല്ലാം എൻവയറമെന്റൽ പ്രൊട്ടക്ഷനിലെ ആ വിഭാഗത്തിൽ പെടും. ഇതില് പ്രധാനമായിട്ടും ഇതിന്റെ പൊല്യൂട്ടൻസ്, അതായത് ന്യൂട്രിയൻസ് ചെക്ക് ചെയ്യും, ബാക്ടീരിയ ഉണ്ടോ എന്ന് അതിന്റെ ലെവൽ ചെക്ക് ചെയ്യും. ഇതെല്ലാം ദിവസവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. $1.5 ബില്യൺ ആണ് ഇതിന്റെ ബഡ്ജറ്റ് ന്യൂയോർക്ക് സിറ്റിയിൽ. എന്തായാലും ആ ഒരു എക്സ്പെർട്ടൈസിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. രോഹൻ മഠത്തിൽ, ഇപ്പം നമുക്കൊരു ക്ലീൻ ആൻഡ് ഗ്രീൻ ഏവിയേഷൻ, അങ്ങനെ ഒരു കാര്യം സാധ്യമാണോ? കാരണം ഇനിയും അതിസമ്പന്നരുടെ എണ്ണം കൂടും. നമ്മുടെ എലോൺ മസ്കിനെ പോലെയൊക്കെ ഉള്ളവരെ ഒരുപാട് ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന അതുപോലെ ആവണമെന്നാണ്. അപ്പോൾ ഇനിയും പ്രൈവറ്റ് ജെറ്റുകൾ വാങ്ങിക്കുന്നവരുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ വ്യോമയാന മേഖലയിൽ തന്നെ ഇൻ ടോട്ടൽ നമുക്ക് ഈ പറയുന്ന പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? അതിന് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? I think, as you said before, many, if you wanted to make a lot of changes, it's not going to happen overnight. So some things we can do right now is change the way we produce these aircrafts. The eventual goal would mean to have only electric propulsion funding these, or use these aircrafts and jets should only use electric propulsion, which is still in development right now. And another option would be just transportation, like in short air mobility transportation using electric vehicles. But one thing you can do right now to reduce emissions is to change the way these aircrafts are made. So one thing you can implement is using additive manufacturing more to reduce the weight of the aircraft. Other ways is to use different control technologies to make the engines of the aircraft more efficient so that there's less CO2 emissions and less fuel used during every aircraft journey. Along with what Rajkumar was saying initially, this notion of the bigger countries and smaller countries having to keep the same ideals for environmental change, it is the hard truth that everyone has to be able to follow these rules. In order to push the future, to make a green future, you have to be able to still uphold the rules that the US and Europe are using, even if you are a lower world country in terms of development. And the thing is, what you could use is the research and development that is occurring right now. You can take the shortcut and be able to use that initially right now. So there's a bunch of advancements in additive manufacturing, 3D printing materials that can reduce the cost of
materials used in production for aircraft. And even just the production cost for this can be reduced, and that causes a lot of emissions as well. ഓക്കെ, താങ്ക് യു. ശ്രീ രാജ്കുമാർ, പലപ്പോഴും ഓസ്ട്രേലിയയിൽ ഒരു മിന്നൽ പ്രളയം അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തൊരു വോൾക്കാനിക് ഇറപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊക്കെ സേഫാണ്, കാരണം അത് അവിടെയല്ലേ എന്നൊരു ചിന്ത നമുക്കുണ്ട്. കേരളത്തിൽ 2 പ്രളയങ്ങൾ വന്നപ്പോഴാണ് പ്രളയം എന്താണെന്നും അതിൻ്റെ ദുരിതം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ലോക കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ പോലും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെയൊക്കെ ധാരണ നമ്മളൊക്കെ ഒരു സേഫ് സോണിലാണെന്നാണ്. പക്ഷെ ആരും സേഫ് സോണിലല്ല എന്ന് വേണ്ടേ കരുതാൻ. ഈ കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന കാലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോ ലോകം ഒരു 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 ഗോളമാണ്. അപ്പം അത് ഒരിടത്ത് തന്നെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകണമെന്ന് ഒരാൾക്കും നിർബന്ധിക്കാൻ പറ്റില്ല. സോ നാച്ചുറലി ഒരു രാജ്യത്തിന്റെ ഒരു ഈ കാർബൺ ഓവർ കാർബണൈസേഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് വരുന്നതിന്റെ ഒരു ഇമ്പാക്ട് ആ രാജ്യത്തായിരിക്കില്ല, മറ്റൊരു രാജ്യത്തായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ഈ ചെന്നൈയിലെ പ്രളയമായാലും കേരളത്തിലെ പ്രളയമായാലും അതുപോലെ പാകിസ്ഥാനിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് നടന്ന പ്രളയമാണെങ്കിലും ഇതെല്ലാം നമ്മുടെ നെയ്ബർഹുഡില് നമുക്കറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുകയും ഇനിയും നടക്കാൻ സാധ്യതയുള്ളതായ പ്രശ്നങ്ങളാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് ഈ വികസനത്തിന്റെ കാര്യം കൂടെ നേരത്തെ ശ്രീമതി ലീല മാരേറ്റ് പറഞ്ഞതുപോലെ നമുക്കും വേണം ഈ പറയുന്ന സെൻട്രലൈസ്ഡ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് വേണം, സെൻട്രലൈസ്ഡ് വേസ്റ്റ് ടു എനർജി പ്രൊജക്ട്സ് വേണം. അപ്പം അതൊക്കെ നമുക്ക് അത് ഈ ക്ലൈമറ്റിന്റെ ഒരു കാരണം പറഞ്ഞ് നമുക്ക് ആ ഒരു മോഡേണിറ്റി നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അപ്പം ഒരു പ്രശ്നം നമ്മൾ കാണുന്നത് ഇപ്പൊ പലപ്പോഴും ഈ വികസ്വര രാജ്യങ്ങൾ, ഇപ്പം ആഫ്രിക്ക അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ ഇങ്ങനെയുള്ള മോഡേൺ മറ്റ് വികസിത രാജ്യങ്ങളിലുള്ള ടെക്നോളജി ആസ്പെക്ട്സ് കൊണ്ടുവരുമ്പോൾ ഒരു ഒപ്പോസിഷൻ അവിടെ രൂപപ്പെടുന്നു. അതിന്റെയൊക്കെ പിന്നിൽ ചിലപ്പോൾ ഒരു ക്ലൈമറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഇനി ഉണ്ടാകാൻ പോകുന്ന പല കാര്യങ്ങളിലും ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒരു പ്രധാന ഘടകമായിരിക്കും. അത് ഇപ്പൊ ടെസ്ല കാർ പോലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിലും, അല്ലെങ്കിൽ ലോ കോസ്റ്റ് ഏവിയേഷൻ ടെക്നോളജീസ് വരുന്നതാണെങ്കിലും, അതല്ലെങ്കിൽ ക്ലീൻ ഫ്യൂവൽ, ക്ലീൻ എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇനി അടുത്ത 30 കൊല്ലത്തെ ലോകത്ത് ഉണ്ടാകാൻ പോകുന്നത് ഇതുവരെ ഉണ്ടായ ഡെവലപ്മെന്റ്സിനെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഒരു ക്ലീൻ എക്കണോമിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തിലെയും നമ്മുടെ ജനങ്ങൾക്കും അതിൻ്റെതായ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ബജറ്റില് ഗ്രീൻ ഹൈഡ്രജനെ പറ്റി ഗവൺമെന്റ് വളരെ ശക്തിയായ ഒരു നിലപാടെടുത്ത് 200 കോടി രൂപയോളം ഗ്രീൻ ഹൈഡ്രജന്റെ ഹബ് ഉണ്ടാക്കാനായിട്ട്. അപ്പം അതെല്ലാം ഇപ്പോ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനം പോലും അതിലേക്ക് ചിന്തിച്ചു, ആ രീതിയിലേക്കുള്ള സ്റ്റെപ്സ് എടുക്കുന്നു. ദീസ് ആർ വെരി വെൽക്കം സ്റ്റെപ്സ്. അപ്പൊ അത് രാജ്യത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ COP26 കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് എല്ലാം എടുക്കുന്നത് അതിന്റെ ഇമ്പാക്ട് ജനങ്ങളുടെ ജീവിതത്തിൽ ഈ നമ്മുടെ നമ്മൾ വാങ്ങിക്കുന്ന കാറായാലും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉടുപ്പാണെങ്കിലും അതിലെല്ലാം ആ മാറ്റം ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗവും അതിന്റെ ഇമ്പാക്റ്റും ഒക്കെ വളരെ ഉൾച്ചേർന്ന് കിടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇനി ചെയ്യാൻ പോകുന്നത്. ശരി നീന, നമ്മുടെ ഈ ഊർജോൽപാദനത്തിൽ പലപ്പോഴും നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് കൂടുതലും ആശ്രയിക്കുന്നത്. പക്ഷേ ഈ ട്രഡീഷണൽ മെത്തേഡ്സ്, എക്സാമ്പിൾ ഈ ഫോസിൽ ഫ്യൂവൽസ് പോലെയുള്ള ട്രഡീഷണൽ മെത്തേഡ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് കൂടുതലായിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ ഊർജോൽപാദനം നടത്താമെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ഓൾട്ടർനേറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് ഈ ഒരു നിലവിലെ സാഹചര്യത്തെ മാറ്റിമറിക്കാനാവും? ക്രിസ്റ്റീന, 2022 ഒരു ലാൻഡ്മാർക്ക് അക്കംപ്ലിഷ്മെന്റ് ആണ് കാലിഫോർണിയയിലെ ലോറൻസ് ലിവർമോർ ലാബിലെ scientists. They were able to successfully generate nuclear fusion reaction. So it's a critical step in the roadmap to generating limitless clean energy with less radioactive waste. It's like when we started 2022, we were concerned about the Ukraine war, nuclear bomb threats, and North Korea and all those other issues.
but it was a very positive news in December 2022, where we can use nuclear energy for constructive purposes. So the world is looking forward to more advancements, and hopefully that will be a big accomplishment in future. എന്തുതന്നെയായാലും വിവിധ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് രാജ്യാന്തര തലത്തിൽ ശ്രീമതി ലീലാമാരായിട്ട് പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ ഒരു കുടക്കീഴിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായും നല്ലൊരു പരിസ്ഥിതിക്കായും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നല്ല പരിസ്ഥിതി ഒരുക്കി വയ്ക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ, കൃത്യമായ നയങ്ങൾ ഉണ്ടാകട്ടെ ഇക്കാര്യത്തിൽ. എങ്കിൽ മാത്രമേ ഈ ചർച്ചകൾക്കൊക്കെ ഒരു ഫലമുണ്ടാകൂ എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ശ്രീ രാജ്കുമാർ, നീന സുധീർ, ലീലാമാരേട്ട് ആൻഡ് രോഹൻ മഠത്തിൽ. താങ്ക് യു സോ മച്ച്. ONV കുറിപ്പ് പണ്ട് എഴുതിയിട്ടുണ്ട്, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി. എഴുതിയിട്ട് കുറേ വർഷങ്ങളൊന്നും ആയില്ല. ഭൂമി ഇങ്ങനെ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ പരിസ്ഥിതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാവാതിരിക്കട്ടെ, നല്ല നയങ്ങൾ ഉണ്ടാകട്ടെ. ഞാനും നിങ്ങളും ഒന്നിച്ചു ചേർന്ന് ഈ പരിസ്ഥിതിയെ നമുക്കെല്ലാവർക്കും ജീവിക്കാനാകുന്ന, വരും തലമുറയ്ക്കും ജീവിക്കാനാകുന്ന ഒരിടമാക്കി മാറ്റാനിടയാകട്ടെ. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.